ഹലോ, എഡ്യൂവിങ്സിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് എഡ്യൂവിങ്സിൻ്റെ ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം നേഴ്സിംഗ് അഡ്മിഷൻ റിഗാർഡിംഗ് ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നേഴ്സിംഗ് മേഖല. അത് ആരോഗ്യ മേഖലയിൽ നേഴ്സിംഗ് സർവീസസിലോട്ടുള്ളത്. നോർമലി നമുക്കറിയാം കേരളത്തിലെ നേഴ്സിംഗ് അഡ്മിഷൻസൊക്കെ വരുന്നത് LBSൻ്റെ മെറിറ്റ് ലിസ്റ്റ് ബേസിലാണെന്നുള്ള കാര്യം അറിയാം. അതുപോലെ കർണാടകയിലാണെങ്കിൽ കർണാടകയുടെ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എയിംസിൽ നമുക്ക് നേഴ്സിംഗ് പഠിച്ചാലോ? എയിംസിലെ നേഴ്സിംഗ് അഡ്മിഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ വരുന്നത്? അത് നീറ്റ് ബേസ് ആണോ? നീറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിലാണോ എയിംസിൽ നേഴ്സിംഗിന് അഡ്മിഷൻ വരുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷെ അല്ല കേട്ടോ, എയിംസിലെ നേഴ്സിംഗ് സീറ്റ് എന്ന് പറയുന്നത് നീറ്റിൻ്റെ ബേസിലല്ല. എയിംസ് തന്നെ സംഘടിപ്പിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാമിൻ്റെ മെറിറ്റ് ലിസ്റ്റ് ബേസിലാണ് എയിംസിലേക്കുള്ള നേഴ്സിംഗ് അഡ്മിഷൻ വരുന്നത്. ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ എയിംസും കൂടെ ചേർത്ത് ഏകദേശം 1200-1300 നേഴ്സിംഗ് സീറ്റ്സ് അവൈലബിൾ ആണ്. അതും കംപ്ലീറ്റ്ലി ചെറിയൊരു എമൗണ്ടിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലാണ് എയിംസിലെ നേഴ്സിംഗ് പ്രോഗ്രാം വരുന്നത്. നേഴ്സിംഗ് പ്രോഗ്രാമിന് വേണ്ടത് ബേസിക് ക്രൈറ്റീരിയ വെച്ചാൽ നമ്മൾ +2 സയൻസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടാവുന്നത് തന്നെയാണ്. അതുപോലെ എൻട്രൻസ് എക്സാം 100 മാർക്കിൻ്റെ എൻട്രൻസ് എക്സാമാണ് വരുന്നത്. അതിൽ 30 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത് ഫിസിക്സിനാണ്, 30 മാർക്ക് കെമിസ്ട്രി, 30 മാർക്ക് ബയോളജി. ബാക്കി ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചാൽ GK, അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് ആണ്. അതായത് നമ്മൾ നോർമലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം പോരാ, ജനറൽ നോളജും വേണം, കറണ്ട് അഫെയേഴ്സും വേണം. സോ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം, അത് എയിംസിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട്. ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് എയിംസിന് അവരുടേതായ എൻട്രൻസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എയിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ഇപ്പം നോർമലായിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എയിംസിൻ്റെ എൻട്രൻസ് എക്സാം നല്ല മാർക്കോട് പാസ്സാവാനും അവിടെ നേഴ്സിംഗ് സീറ്റ് കിട്ടാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം +2 പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ നീറ്റിനും മറ്റും നീറ്റിനും മറ്റും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിന് കൂടെ തന്നെ എയിംസിൻ്റെ, അതായത് നേഴ്സിംഗ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജായ എയിംസിൽ നേഴ്സിംഗ് സീറ്റ് നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ജനറൽ നോളജും കറണ്ട് അഫെയർസും ആണ് അവിടെ എൻട്രൻസിൽ വരുന്നത്. ഏകദേശം മാർച്ച്, ഏപ്രിൽ ടൈമിലാണ് അതിൻ്റെ എൻട്രൻസ് എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എയിംസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ എപ്പോഴും ആ സൈറ്റ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് എൻട്രൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എയിംസിൽ നേഴ്സിംഗ് പ്രൊഫഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം തന്നെ ക്രാക്ക് ചെയ്ത് അവിടെ തന്നെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.